ഓക്കെ. നമുക്ക് നമ്മളെപ്പോഴും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഈ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഒരു ടീ ഷോപ്പ് കാണണേ, അവിടെ നല്ല തിരക്കുണ്ട്, നിറയെ ആളുകളാണ്, എപ്പോഴും അവിടെ ആളുകളാണ്. അപ്പം അങ്ങനത്തെ സമയത്തൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ ചായക്കച്ചവടം എന്ന് പറയുന്നത് നല്ല ലാഭമുള്ളൊരു ബിസിനസ്സാണ്, നമുക്കൊന്ന് തുടങ്ങി നോക്കാം, അങ്ങനെ ചിന്തിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ മുമ്പ് ഈ IPL ഒക്കെ തുടങ്ങിയ സമയത്ത് ഈ പ്ലേയേഴ്സിൻ്റെയൊക്കെ റെമ്യൂണറേഷൻ, അല്ലെങ്കിൽ നമ്മുടെ മെസ്സി, റൊണാൾഡോ ഇവർക്കൊക്കെ കിട്ടുന്ന ശമ്പളത്തിൻ്റെ കണക്കൊക്കെ കാണുമ്പം നമ്മൾ വെറുതെ പഠിക്കാൻ പോയി, പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു, ഫുട്ബോളും ക്രിക്കറ്റും കളിച്ച് നടന്നാൽ മതിയായിരുന്നു, അല്ലേ? ഇപ്പം നമ്മൾ ന്യൂ ജനറേഷൻ എടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സുള്ള, മില്യൺ ഫോളോവേഴ്സ് ഉള്ളവരുടെയൊക്കെ മന്ത്ലി ഇൻകം കാണുമ്പോൾ ഇല്ലേ, നമ്മൾ ചിന്തിക്കും ഞാൻ അന്ന് തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ മതിയായിരുന്നു, വെറുതെ ജോലിക്ക് പോയി സമയം കളഞ്ഞു എന്നല്ലേ. ഈ ഇങ്ങനത്തെയൊക്കെ ചിന്തകളുടെ ഒരു മനഃശാസ്ത്രം എന്താണ് എന്നുള്ളതാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. എൻ്റെ പേര് അബ്ദുൾ റൌഫ് എന്നാണ്. ഞാനൊരു IT പ്രൊഫഷണലാണ്. ഒരു കുറച്ച് കാലമായിട്ട് സൈക്കോളജിയൊക്കെ പഠിക്കുന്നുണ്ട്. വിമ്പിളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടും കുറച്ച് നാളായി. നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്ന ടോപ്പിക് വിഷയം എന്ന് പറയുന്നത് സർവൈവർഷിപ്പ് ബയാസ്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം ഡോണ്ട് ബിലീവ് ദ ഹൈപ്പ്, അണ്ടർസ്റ്റാൻഡ് സർവൈവർഷിപ്പ് ബയാസ്. സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ഈ ഫൈറ്റർ ജെറ്റുകൾക്കെല്ലാം കൂടുതൽ തകർച്ചകളൊക്കെ സംഭവിക്കുന്ന സമയത്ത് കുറേ സയൻറ്റിസ്റ്റുകൾ ഇങ്ങനെ ആലോചിക്കും, നമുക്ക് എന്തുകൊണ്ട് ഈ ഫൈറ്റർ ജെറ്റുകളുടെ പ്രൊട്ടക്ഷൻ കൂട്ടാൻ പറ്റില്ല എന്ന്. പക്ഷേ ഓവറോൾ ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ ആഡ് ചെയ്യുക എന്ന് പറയുമ്പം അതിൻ്റെ വെയിറ്റ് കൂട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്യൂവൽ കൺസംഷൻ കുറയും, അതുപോലെ ഫ്യൂവൽ കൺസംഷൻ കൂടും, സ്പീഡ് കുറയൊക്കെ ചെയ്യും. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇരുന്ന് ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്തു, ഈ ഫ്ലൈറ്റിൻ്റെ ഏത് ഭാഗത്താണോ കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത്, ഏത് ഭാഗത്താണ് ബുള്ളറ്റുകൾ ഏൽക്കുന്നത്, ആ ഭാഗത്ത് മാത്രം നമുക്ക് അഡീഷണൽ പ്രൊട്ടക്ഷൻ ആഡ് ചെയ്യാമെന്ന് അവർ തീരുമാനിക്കും. അങ്ങനെ ഇവർ ഈ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന ഫ്ലൈറ്റുകളെ, ഫൈറ്റർ ജെറ്റുകളെല്ലാം പരിശോധിച്ചിട്ട് അവർ ഒരു അസസ്മെൻറ്റിലെത്തും. അതായത് വിമാനത്തിൻ്റെ ടെയിൽ അതല്ലെങ്കിൽ വിങ്സ്, ഈ രണ്ട് ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവിടെയാണ് നമ്മൾ ഈ അഡീഷണൽ പ്രൊട്ടക്ഷൻ ആഡ് ചെയ്യേണ്ടത്. ലോജിക്കലി ചിന്തിക്കുമ്പം ഇത് ശരിയാണെന്ന് തോന്നും അല്ലേ? ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്ന സ്ഥലത്താണ് അഡീഷണൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. പക്ഷേ ഈ സയൻറ്റിസ്റ്റുകളുടെ ഇടയിൽ ഒരാൾ പറഞ്ഞു നമ്മുടെ ഈ അനുമാനം തെറ്റാണ്. കാരണം ടെയിലിലും അതുപോലെ വിങ്സിലും ബുള്ളറ്റ് കൊണ്ടിട്ടും ഈ ഫ്ലൈറ്റുകൾ തിരിച്ചു വന്നുവെങ്കിൽ അതിനർത്ഥം അതിന് വിത്ത് സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഫ്ലൈറ്റിനുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ അത് അവിടെ തന്നെ തകർന്നു വീണേനെ. അപ്പോൾ ഇത് തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ ഭാഗങ്ങളിൽ ബുള്ളറ്റ് കൊണ്ടാലും വിമാനത്തിന് അപകടമൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്കിനി അഡീഷണൽ പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല. അഡീഷണൽ പ്രൊട്ടക്ഷൻ വേണ്ടത് കോക്പിറ്റിൻ്റെ ഭാഗത്തും എൻജിൻ്റെ ഭാഗത്തുമാണ്. ഇതാണ് ഫൈനലി അവർ കണ്ടുപിടിച്ചത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ യുദ്ധത്തിൽ സർവൈവ് ചെയ്ത വിമാനങ്ങളെ മാത്രം സാമ്പിളായി എടുത്തത് കൊണ്ടാണ് ആദ്യം നമ്മൾ അഡീഷണൽ പ്രൊട്ടക്ഷൻ ആഡ് ചെയ്യേണ്ടത് വിങ്സിലും ടെയിലിലും എന്നുള്ള ഒരു അസംഷനിൽ എത്തിച്ചേർന്നത്. ഇതിനെയാണ് നമ്മൾ സർവൈവർഷിപ്പ് ബയാസ് എന്ന് പറയുന്നത്. നമ്മളൊരു സാമ്പിൾ എടുക്കുക, ഒരു കാര്യത്തിന് അനലൈസ് ചെയ്യാനായിട്ടോ ഒരു ഡിസിഷൻ എടുക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കാനായിട്ടോ നമ്മൾ ഒരു മൊത്തം പോപ്പുലേഷനെ സാമ്പിൾ ചെയ്യുന്ന സമയത്ത് മൊത്തം പോപ്പുലേഷനെ കൺസിഡർ ചെയ്യാതെ അതിൽ സക്സസ് ആയിട്ടുള്ള അതല്ലെങ്കിൽ സർവൈവ് ചെയ്ത ആളുകളെ മാത്രം കൺസിഡർ ചെയ്തിട്ട് അനലൈസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു എററാണ്. അതിനെയാണ് നമ്മൾ സർവൈവർഷിപ്പ് ബയാസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾസ് നോക്കാം.
ഈ ഫോട്ടോ കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തേത് ഒരു ഒരു ചർച്ചാണ്. അതിന് ചുറ്റും കുറെ പുതിയ ഗ്ലാസ് ബിൽഡിങ്ങുകളുണ്ട്. അതിനകത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ ചർച്ച് മാത്രം ഒരു ഓൾഡ് വേ ഓഫ് കൺസ്ട്രക്ഷൻ ആണ്. ബാക്കിയെല്ലാം പുതിയ കൺസ്ട്രക്ഷൻ ആണ്. നമ്മളിങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ പഴയ കെട്ടിടങ്ങൾ കാണുമ്പം സ്വാഭാവികമായിട്ടും നമ്മളെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണ്? പണ്ടത്തെ ബിൽഡിങ്ങുകളെല്ലാം വളരെ നല്ലതാണ്. ഒരുപാട് കാലം നിലനിൽക്കും. പുതിയ ബിൽഡിങ്ങുകൾ അങ്ങനെയല്ല. ഇങ്ങനെ ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? പക്ഷെ ഇവിടെയും വർക്ക് ചെയ്യുന്നത് ഈ സർവൈവർഷിപ്പ് ബയാസ് ആണ്. പണ്ടുണ്ടാക്കിയ എല്ലാ കെട്ടിടങ്ങളും ഇതുപോലെ നിലനിന്നിരുന്നു എങ്കിൽ നമ്മളിവിടെ പുതിയ കെട്ടിടങ്ങൾ കാണുകയേയില്ല. എല്ലാം പഴയ കെട്ടിടങ്ങളായിരിക്കും. അപ്പൊ നമ്മളിപ്പം കാണുന്ന കെട്ടിടം എന്ന് പറയുന്നത് അന്നുണ്ടാക്കിയ ഏറ്റവും നന്നായി നിർമ്മിച്ച കെട്ടിടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പൊ അതിനർത്ഥം അന്ന് നിർമ്മിച്ച എല്ലാ കെട്ടിടങ്ങളും നല്ലതാണെന്നല്ല. അന്നത്തെ ഏറ്റവും എക്സലന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ ബിൽഡ് ചെയ്തത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഫോട്ടോ ഒരു പ്രായമായ അപ്പൂപ്പനാണ്. നമ്മൾ ഈ ജോഗിങ്ങിനൊക്കെ പോകുമ്പം പ്രായമായ ആളുകൾ ജോഗ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, പണ്ടത്തെ ആളുകൾക്കൊക്കെ ഭയങ്കര ആരോഗ്യമാണ്, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ആയുസ്സാണ്, ഇപ്പം അങ്ങനെ ഇല്ല എന്നുള്ളത് അല്ലേ? അവിടെയും ഇത് തന്നെയാണ് വർക്കൗട്ട് ആവുന്നത്. കാരണം പണ്ടത്തെ എല്ലാ ആളുകൾക്കും ആയുസ്സും ആരോഗ്യവും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചുറ്റും ഇപ്പം 90ഉം 100ഉം വയസ്സായ ആളുകളാണ് ഉണ്ടാവുക. പക്ഷെ അങ്ങനെയല്ലല്ലോ. അപ്പം അന്നുണ്ടായത് ഏറ്റവും നന്നായി ഹെൽത്തി ആയിട്ടുള്ള, ഏറ്റവും നന്നായി വർക്കൗട്ട് ചെയ്തിരുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിരുന്ന, ജനറ്റിക്കലി ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ആളുകളെയാണ് നമ്മളിപ്പം ജീവിച്ചിരിക്കുന്നവരായിട്ട് കാണുന്നത്. അപ്പം അവരെ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും മുമ്പുണ്ടായിരുന്ന ജനറേഷന് നല്ല ആയുസ്സും ആരോഗ്യവും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അസസ്മെന്റിൽ എത്താൻ പറ്റില്ല. മറ്റൊരു ഉദാഹരണമാണ് ബിൽ ഗേറ്റ്സ്, മാർക്ക് സുക്കർബർഗ്, അതല്ലെങ്കിൽ ഇപ്പം എലോൺ മസ്ക്. ഇങ്ങനെയുള്ള പ്രശസ്തരായ ആളുകളെല്ലാം കോളേജ് ഡ്രോപ്പ് ഔട്ട്സ് ആണെന്നുള്ള സ്റ്റോറികൾ നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇവരെല്ലാം കോളേജ് ഡ്രോപ്പ് ഔട്ട് ആണ്, അതുകൊണ്ട് നമ്മളും കോളേജ് ഡ്രോപ്പ് ഔട്ട് ആയാലും സക്സസ് ആവും എന്നുള്ള ഒരു തിയറി അല്ലെ? അവർക്കെല്ലാം പറ്റിയെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറ്റില്ല? ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണത്. മാർക്ക് സുക്കർബർഗിനും ബിൽ ഗേറ്റ്സിനൊക്കെ പറ്റി, എന്തുകൊണ്ട് നമുക്ക് പറ്റില്ല? പക്ഷെ അവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, മാർക്ക് സുക്കർബർഗ് വിജയിച്ചത് കോളേജ് ഡ്രോപ്പ് ഔട്ട് ആയതുകൊണ്ടല്ല. മാർക്ക് സുക്കർബർഗിന്റെ എൻവിറോൺമെന്റ് വേറെയാണ്, ആള് ജീവിച്ച സാഹചര്യം വേറെയാണ്, അയാൾക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് വേറെയാണ്, ആളെടുത്ത എഫേർട്ട് വ്യത്യാസമുണ്ട്, ആളുടെ IQ ലെവൽ വ്യത്യാസമുണ്ട്. നമ്മളതൊന്നും കൺസിഡർ ചെയ്യാതെ ഡ്രോപ്പ് ഔട്ട് ആണ് എന്നുള്ള ആ ഒരൊറ്റ ഒരു കാര്യം മാത്രം എടുത്തിട്ട് നമുക്കും അങ്ങനെ ചെയ്യാൻ കഴിയും എന്ന് വിചാരിച്ചാൽ അതും ഈ പറയുന്ന സർവൈവർഷിപ്പ് ബയാസിൽ വരുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മുടെയൊക്കെ ജീവിതവുമായിട്ട് വളരെ യോജിച്ച് പോകുന്ന ഒരു ഉദാഹരണം കൂടെ പറയാം. നമ്മുടെ മകന് അല്ലെങ്കിൽ മകള് +2 എല്ലാം കഴിഞ്ഞു, എഞ്ചിനീയറിങ്ങിന് ചേർന്നു. അങ്ങനെ എഞ്ചിനീയറിങ് കംപ്ലീറ്റ് ആയി. എന്തോ ചില കാരണങ്ങളാൽ അവർക്ക് ജോലി കിട്ടിയില്ല. അതല്ലെങ്കിൽ ജോലി കിട്ടി എന്നാൽ നമ്മൾ ഉദ്ദേശിച്ച ശമ്പളം ഇല്ല. ഇങ്ങനെ സംഭവിക്കാല്ലേ? അത് ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അതേസമയം നമ്മളെ തൊട്ടടുത്ത് താമസിക്കുന്ന അവരുടെ മകൻ അല്ലെങ്കിൽ മകൾ, ഞാൻ ഈ എഞ്ചിനീയറിങ് നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു ഉദാഹരണമായിട്ട് മാത്രമാണ്. ഒരു ജോലി നല്ലതോ മറ്റേത് മോശമാണെന്നോ ശമ്പളം കുറവ് അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്. അപ്പം ആ കുട്ടി നഴ്സിങ്ങിന് ചേർന്നു. ആ കുട്ടി നഴ്സിംഗ് കഴിഞ്ഞ ഉടനെ ജോലി കിട്ടി, വിദേശത്ത് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കളോട് പറയും, നീ ഇങ്ങനെ നടന്നോ, നിനക്ക് എഞ്ചിനീയറിങ്ങിന് എടുക്കുന്നതിന് പകരം നഴ്സിംഗ് എടുത്താൽ മതിയായിരുന്നു അല്ലേ? ആ കുട്ടി കണ്ടില്ലേ ഇപ്പം വിദേശത്ത് പോയി നല്ല ശമ്പളമൊക്കെ ഉണ്ട് എന്ന്. അങ്ങനെ പറയില്ലേ? അങ്ങനെ പറയാത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ? അപ്പം ഇവിടെയും വർക്കൗട്ട് ആവുന്നത് ഈ സർവൈവർഷിപ്പ് ബയാസ് തന്നെയാണ്. നമുക്ക് ചുറ്റും നോക്കി കഴിഞ്ഞാൽ മതി, ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്, അവിടെ എല്ലാ നഴ്സുമാർ ജോലി ചെയ്യുന്നുണ്ട്, വളരെ കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരുണ്ട്. ഇവരെല്ലാം വിദേശത്ത് പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നഴ്സിംഗ് എടുത്താൽ ഉടനെ വിദേശത്ത് നല്ല ശമ്പളത്തിന് ജോലി കിട്ടുമെന്നാണെങ്കിൽ ഇവരെല്ലാം പോവേണ്ടതായിരുന്നു. അപ്പൊ നമ്മളെ തൊട്ടടുത്ത് താമസിക്കുന്ന കുട്ടി വിദേശത്ത് പോയത് നഴ്സിംഗ് പഠിച്ചു എന്നുള്ളത് കൊണ്ടല്ല. ആ കുട്ടിക്ക് സപ്പോർട്ട് കിട്ടിക്കാണും, ആ കുട്ടിയുടെ റിലേറ്റീവ് ആരെങ്കിലും വിദേശത്ത് കാണും, അതല്ലെങ്കിൽ ആ കുട്ടി പഠിക്കാൻ മിടുക്കിയായിരിക്കും, ഇന്റർവ്യൂ നന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ചേർന്നിട്ടാണ് ഈ വിദേശത്ത് നല്ല ശമ്പളത്തിന് ജോലി കിട്ടി എന്നുള്ള ആ ഒരു സക്സസ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ അതിൽ നിന്ന് നഴ്സിംഗ് മാത്രം അങ്ങ് ചെറി പിക്ക് ചെയ്തിട്ട് നമുക്കും അത് ചെയ്യാമായിരുന്നു എന്ന് വിചാരിച്ചാൽ
അതും ഈ പറയുന്ന സർവൈവർഷിപ്പ് ബയാസിൽ വരുന്ന ഒരു കാര്യമാണ്. എല്ലാവരും അവിടെ ഉണ്ടല്ലോ അല്ലേ? ഇവിടെ തന്നെ ഉണ്ട്. യെസ് യെസ് യെസ്. പറഞ്ഞോളൂ. അപ്പം ഇതാണ് സർവൈവർഷിപ്പ് ബയാസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു പോപ്പുലേഷനിൽ വിജയിച്ച 0.01% ആളുകളെ മാത്രം സാമ്പിൾ ചെയ്ത് അത് എനിക്കും ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്നുള്ള ഒരു അസംഷനിലെത്തുക. അതേസമയം നമ്മൾ പരാജയപ്പെട്ട 99% ആളുകളെ പറ്റി പഠിക്കാനോ അവരുടെ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് നോക്കാനോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഇതാണ് സർവൈവർഷിപ്പ് ബയാസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. നമുക്കിതിനകത്ത് കുറച്ച് ഉദാഹരണങ്ങളൂടെ നോക്കാം. ഈ നല്ല റാങ്കൊക്കെ കിട്ടുന്ന ആളുകൾ പറയുന്നത് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഞാൻ 2 മണിക്കൂറേ പഠിച്ചിട്ടുള്ളൂ എന്നിട്ടും എനിക്ക് റാങ്ക് കിട്ടിയെന്ന്, ഇല്ലേ? ഈ നല്ല റാങ്ക് കിട്ടിയ ആൾ 2 മണിക്കൂർ പഠിച്ചത് എക്സാമിൻ്റെ തലേ ദിവസമായിരിക്കും. ഡെയിലി പഠിക്കുന്ന ഒരാളായിരിക്കും ചിലപ്പോൾ അവർ, അല്ലെങ്കിൽ അവരുടെ നല്ല ബുദ്ധിയുള്ള നല്ല മെമ്മറി പവർ ഉള്ള ഒരാളായിരിക്കും. അപ്പോൾ അത് കേട്ടിട്ട് നമ്മളും എക്സാമിൻ്റെ തലേ ദിവസം 2 മണിക്കൂർ പഠിച്ചാൽ റാങ്ക് കിട്ടും എന്ന് വിചാരിക്കാൻ പാടുണ്ടോ? ഇങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ബയാസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചിന്തയാണ്. അതുപോലെ നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരുപാട് കാണുന്ന വീഡിയോ ആണ്, ഞാൻ എൻ്റെ പാഷനെ ഫോളോ ചെയ്യാനായിട്ട് എനിക്കുണ്ടായിരുന്ന ജോലി ഞാൻ ഉപേക്ഷിച്ചു, അങ്ങനെ ഞാൻ സക്സസ്ഫുൾ ആയിന്ന്. പാഷനെ ഫോളോ ചെയ്ത് ജോലി ഉപേക്ഷിച്ചിട്ട് ഫെയിലിയർ ആയിട്ടുള്ള 100 പേര് അപ്പുറത്തുണ്ടാവും. പക്ഷെ അവരൊന്നും നമ്മൾ കാണില്ല. നമ്മളാകെ ഇൻസ്റ്റാഗ്രാമിൽ കേൾക്കുന്നത് സക്സസ് ആയിട്ടുള്ള സ്റ്റോറികളാണ്. അതുപോലെ ഈ ബുക്ക് എൻ്റെ ജീവിതം മാറ്റിമറിച്ചു, ഈ ബുക്ക് വായിച്ചതിന് ശേഷമാണ് എൻ്റെ ജീവിതം ആകെ മാറിയത്, അല്ലേ? പക്ഷേ ആ ബുക്ക് വായിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നാത്ത, ജീവിതത്തിൽ ഒരു മാറ്റം വരാത്ത ആളുകളും ഒരുപാടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. കപ്പിൾസ് എല്ലാം അവരുടെ ആനിവേഴ്സറി റീൽസ്, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇല്ല, ഞാനൊന്നും പറയുന്നില്ല, സോറി. ഇടയ്ക്ക് സ്ക്രീൻ ചുമ വന്നു. ഷെയർ ചെയ്യാൻ നോക്കുകയാണെന്ന് തോന്നുന്നു. അല്ല, ഇടയ്ക്ക് ചുമ വന്നു. ഈ കപ്പിൾസ് എല്ലാം അവരുടെ വെക്കേഷൻസിന്റെയും ആനിവേഴ്സറിയുടെ ഒക്കെ ഫോട്ടോസൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ നമ്മൾ കാണില്ലേ, ബാക്കി എല്ലാവരുടെ ജീവിതം ഭയങ്കര പെർഫെക്റ്റ് ആണ്, അവരെല്ലാം നന്നായിട്ട് ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ മാത്രം ആർഗ്യുമെൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മാത്രം സ്ട്രഗിൾസ് ആണ്. പക്ഷെ ഇവരാരും അവരുടെ ആർഗ്യുമെന്റ്സോ അവരുടെ സ്ട്രഗിൾസോ അവരുടെ ഫൈറ്റോ ഒന്നും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ കാണുന്നത് ഈ പറയുന്ന ഐസ്ബർഗിൻ്റെ ഏറ്റവും മുകളിലെ ഭാഗം മാത്രമാണ്. യൂട്യൂബ് ചാനലുകൾ, സക്സസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ചാനലുകൾ കണ്ടിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് കണ്ടിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ നല്ലൊരു ബിസിനസ്, നല്ലൊരു ജോലിയാണ്, അത് നല്ല വരുമാനം ഉണ്ടാവും. പക്ഷേ 99% യൂട്യൂബ് ചാനലുകൾക്കും 100-ൽ താഴെ റീച്ചുള്ളൂ, 100-ൽ താഴെ വ്യൂസ് ഉള്ളൂ. ആ കാര്യം നമ്മൾ പരിഗണിക്കാറില്ല. വേറൊരു കാര്യമാണ്, അത് ഒഫൻസ്ഡ് ആവരുത്. ചില ആളുകൾ പറയില്ലേ, ഞാൻ വെറും പച്ചവെള്ളം മാത്രം കുടിച്ചിട്ടാണ് അസുഖം മാറ്റിയത്, അതല്ലെങ്കിൽ ഞാൻ ആ ഒരു ഇല മാത്രമേ കഴിച്ചുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഡയറ്റ് ഫോളോ ചെയ്തപ്പം ഞാൻ 3 മാസം അല്ലെങ്കിൽ 2 മാസം കൊണ്ട് 15-ഉം 20-ഉം കിലോ ഒക്കെ വെയിറ്റ് കുറഞ്ഞു. പച്ചവെള്ളം കഴിച്ചിട്ട് അസുഖം മാറാത്ത ഒരുപാട് പേരുണ്ട്. ഈ ഈ പറയുന്ന ഡയറ്റ് ഫോളോ ചെയ്തിട്ട് വെയിറ്റ് കുറയാത്ത ഒരുപാട് പേരുണ്ട്. ഇവരൊന്നും ഇത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇവരതൊന്നും ഇത് പുറത്ത് പറയുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ഡയറ്റൊക്കെ ആരാണോ അനൗൺസ് ചെയ്യുന്നത്, ആരാണോ പബ്ലിഷ് ചെയ്യുന്നത്, അവരൊരിക്കലും പരാജയപ്പെട്ട ആളുകളുടെ ടെസ്റ്റിമോണി ഒന്നും നമ്മളെ കാണിക്കില്ല. അതുപോലെ ഫിറ്റ്നസ് പ്രോഗ്രാംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവർ, അവർ പറയുന്ന ടെസ്റ്റിമോണി എന്തായിരിക്കും, ഇന്ന ആള് 3 മാസം ഇത് ഫോളോ ചെയ്തപ്പോഴേക്കും ആളുടെ വെയിറ്റ് ഇത്ര കുറഞ്ഞു, ആളുടെ മസിൽ ഇത്ര വന്നു, ആളുടെ ഫോട്ടോ ഒക്കെ കാണിക്കില്ല, ബിഫോർ ആഫ്റ്റർ. അതേ ജിംനേഷ്യത്തിൽ തന്നെ ഈ 3 മാസം കൊണ്ട് ഒരു മാറ്റവും വരാത്ത ആളുകൾ ഉണ്ടാവും.
അപ്പൊ നമ്മൾ ഇതൊന്നും ഇൻസ്പയർഡ് ആവേണ്ടെന്നല്ല പറയുന്നത്. നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും വിശ്വസിക്കരുത്. ആ ജിമ്മിൽ പോയത് കൊണ്ട് മാത്രം, അതല്ലെങ്കിൽ ആ മരുന്ന് കഴിച്ചത് കൊണ്ട് മാത്രം, യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാഷനെ ഫോളോ ചെയ്തത് കൊണ്ട് മാത്രം എൻ്റെ ജീവിതം സക്സസ് ആവുമെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ചിന്തയാണ് നമ്മൾ ഈ പറയുന്ന സർവൈവർഷിപ്പ് ബയാസ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമുക്ക്? തീർച്ചയായിട്ടും ഉണ്ട്. ഒന്നാമത്തേതാണ്, നമുക്ക് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. നമ്മൾ എപ്പോഴും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ കഥകൾ മാത്രം, മോട്ടിവേഷൻ സ്റ്റോറീസ് മാത്രമാണ് കേൾക്കുന്നതെങ്കിൽ നമ്മൾ വിചാരിക്കുക എന്താണ്, ഈ സക്സസ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്, വലിയ എഫേർട്ടൊന്നും ആവശ്യമില്ല, അല്ലേ? എന്നിട്ട് നമ്മൾ ചിലപ്പോൾ അതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് ജീവിതത്തിൽ സക്സസ് ഉണ്ടാവാതാവുമ്പോൾ നമ്മൾ ഡിസ്കറേജ്ഡ് ആവും. നമുക്ക് അത് ഭയങ്കര വിഷമാവും. നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് അത് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ, മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അതുപോലെ റിസ്കി ഡിസിഷൻസ് എടുക്കാനായിട്ട് നമുക്ക് പലപ്പോഴും ഈ ഒരു ബയാസ് കാരണമാവാറുണ്ട്. നേരത്തെ പറഞ്ഞ ക്വിറ്റിംഗ്, ഐ ക്വിറ്റ് മൈ ജോബ് ആൻഡ് ഐ സ്റ്റാർട്ടഡ് എ സ്റ്റാർട്ടപ്പ്. ഞാൻ ഭയങ്കര സക്സസ്ഫുൾ ആയി എന്നുള്ള ഒരു സ്റ്റോറി നമ്മൾ എവിടെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ ഉടനെ നമ്മൾ ജോലി അങ്ങ് രാജിവെക്കുകയാണ്. ജോലി രാജിവെച്ചു, ഉള്ള ജോലി പോവുകയും ചെയ്തു. നമ്മളെ പാഷന് ഫോളോ ചെയ്തപ്പം അത് നമുക്കൊരു കരയിൽ എത്തിക്കാനും പറ്റിയില്ല. അപ്പം അതൊരു റിസ്കി ഡിസിഷനാണ്. നമ്മൾ ഈ വിജയിച്ച ആളുടെ എഫേർട്ട് നോക്കണം. അയാളുടെ ലക്ക് ഒരു ഫാക്ടറാണ്, അയാളുടെ എൻവിറോൺമെൻറ്റ് വേറെയാണ്, അയാളുടെ അയാൾക്ക് കിട്ടുന്ന സപ്പോർട്ട് വേറെയാണ്. അതൊന്നും പരിഗണിക്കാതെ നമ്മൾ ഈ റിസ്കി ഡിസിഷൻ എടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ റിയാലിറ്റിയുടെ വ്യൂ ഒരു ഡിസ്റ്റോർട്ടഡ് ആവാനുള്ള സാധ്യത ഉണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ അല്ലാത്ത ബാക്കി എല്ലാ കപ്പിൾസും ഹാപ്പി ആണെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും. അതല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും എന്താ മോശം മനുഷ്യൻ ഞാനാണ്, ബാക്കി എല്ലാവരും നല്ല ആളുകളാണ്. അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും പാവപ്പെട്ടവൻ ഞാനാണ്, ബാക്കി എല്ലാവരും പണക്കാരനാണ്. പക്ഷെ റിയാലിറ്റി അതല്ല. ഫൈനലി ഇത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും. ആങ്സൈറ്റി ഉണ്ടാവും, ലോ സെൽഫ് എസ്റ്റീം, നമുക്ക് നമ്മളോട് തന്നെ ഒരു പുച്ഛം തോന്നും, അല്ലേ? അതുപോലെ ഫിയർ ഓഫ് ഫെയിലിയർ, നമുക്ക് എപ്പോഴും വിജയിക്കാനുള്ള ഒരു പ്രഷറായിരിക്കും. നമ്മൾ വിജയിച്ചേ പറ്റുള്ളൂ, കാരണം നമ്മൾ കാണുന്നവരെല്ലാം വിജയിച്ച ആളുകളാണ്. അപ്പം നമുക്ക് ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ടാവും. ഫൈനലി നമ്മൾ കാണുന്ന എല്ലാ മാർക്കറ്റിംഗ് ട്രിക്സിലും നമ്മൾ പോയി അങ്ങ് വീഴും. എന്നിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് റിസൾട്ടൊന്നും ഉണ്ടാവുകയില്ല. അപ്പം ഇതാണ് ഈ പറയുന്ന സർവൈവർഷിപ്പ് ബയാസ്. അതല്ലെങ്കിൽ സക്സസ് ആയ ആളുകളെ മാത്രം സാമ്പിളാക്കിയെടുത്ത് ഒരു കാര്യത്തിലേക്ക് ഒരു തീരുമാനം എടുക്കുമ്പോൾ സംഭവിക്കാവുന്ന എറേഴ്സ് കൊണ്ടുണ്ടാവുന്ന കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഉള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ചില സമയത്തൊക്കെ ഈ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നതിൽ അൺഫെയർ ആയി പോവും. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുട്ടി എക്സാമിന് തോറ്റു. അപ്പം നമ്മൾ ഉടനെ അങ്ങ് തീരുമാനിക്കുകയാണ് ആ കുട്ടി നല്ലപോലെ പഠിച്ചില്ല, ഒട്ടും എഫേർട്ട് ഇട്ടില്ല. അല്ലെങ്കിൽ ഒരാൾ ഒരു ബിസിനസ് നടത്തി തോറ്റു കഴിഞ്ഞാൽ അയാൾ ഒട്ടും എഫേർട്ട് ഇടാത്തത് കൊണ്ട്, അയാൾ വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് തോറ്റത് എന്നുള്ളത്. എന്നിട്ട് അതിന് കമ്പാരിസൺ ആയിട്ട് നമ്മൾ വേറൊരു വിജയിച്ച ഒരാളെ കാണിക്കുകയും ചെയ്യും. പക്ഷേ ആ വിജയിച്ച ആളുടെ സാഹചര്യവും അയാൾക്ക് കിട്ടുന്ന സപ്പോർട്ടും അയാളുടെ സാമ്പത്തിക സ്ഥിതിയും അയാൾ ആ ബിസിനസ് ചെയ്ത സമയവും അല്ലെങ്കിൽ ഈ കുട്ടി പരീക്ഷ എഴുതുന്ന സമയവും ഇതെല്ലാം ഒരു ഫാക്ടറാണ്. ഇപ്പം ഈ വർഷത്തെ ചില ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ടഫായിരിക്കും. അപ്പം ആ എക്സാമിന് തോറ്റ ഒരു കുട്ടിയെ നമുക്കൊരിക്കലും മുൻ വർഷം വിജയിച്ച ഒരു കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം മുൻ വർഷത്തെ എക്സാമിൻ്റെ പേപ്പർ ചിലപ്പം എളുപ്പമായിരുന്നിരിക്കും. രണ്ടുപേരും ഒരേ എഫേർട്ടായിരിക്കും ഇട്ടിരിക്കുന്നത്, പക്ഷെ ഒരാൾ വിജയിക്കുകയും മറ്റേ ആൾ തോൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ സക്സസ് മാത്രം കാണുമ്പോൾ നമ്മൾ ആളുകളെ ജഡ്ജ് ചെയ്യുന്നതിൽ അൺഫെയർ ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? ഇതിപ്പം നമ്മുടെ ജീവിതത്തിൽ ഒട്ടും നല്ലതല്ലാത്ത ഒരു സംഭവമാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പം ഇത് ഓവർകം ചെയ്യാനായിട്ട് ആദ്യം നമ്മളോട് തന്നെ ചോദിക്കുക, വാട്ട് ഐ എം നോട്ട് സീയിങ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഐസ്ബർഗിൻ്റെ ഏറ്റവും മുകളിലുള്ള 1% മാത്രം കൺസിഡർ ചെയ്യാതെ താഴെയുള്ള 99% കൺസിഡർ ചെയ്യാം. ഇപ്പം നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ചായക്കടേനെ ഉദാഹരണമായിട്ട് എടുക്കാം. ഈ നല്ല തിരക്കുള്ള ചായക്കട കണ്ടിട്ട് ചായക്കട തുടങ്ങാൻ
പ്ലാൻ ചെയ്യുന്ന ഇതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ അതിന് മുമ്പ് നമ്മൾ ചായക്കട തുടങ്ങി എത്ര പേര് പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് നോക്കണം. ഈ തുടങ്ങിയ സ്ഥലം നല്ലതാണോ എന്ന് നോക്കണം. അതുപോലെ നമുക്കതിനുള്ള നമുക്കതിനുള്ള കഴിവുണ്ടോ എന്ന് നോക്കണം. ആ ആളുടെ ചായക്കട ടീ ഷോപ്പ് നന്നാവുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ട്. ഒന്ന്, അവിടെ ചായക്ക് നല്ല ആവശ്യക്കാരുണ്ട്. രണ്ടാമത്തത്, ആളുടെ ചായ നല്ലതാണ്. അതിൽ ഒരു ഫാക്ടർ മാത്രമേ നമുക്ക് പോസിറ്റീവായിട്ട് വരുന്നുള്ളൂ. നമ്മുടെ ചായ നല്ലതല്ലെങ്കിൽ നമ്മൾ എവിടെ പോയിട്ട് ടീ ഷോപ്പ് ഇട്ടാലും അത് വിജയിക്കില്ല, അല്ലേ? അപ്പം നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ എല്ലാ പെർസ്പെക്റ്റീവിനെ കുറിച്ചും ചിന്തിക്കണം. ഇതിൽ ഫെയിലിയേഴ്സ് ഉണ്ടായ ആളുകളെ കുറിച്ച് ചിന്തിക്കണം. ഇപ്പം നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു വാഹനം വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ തൊട്ടടുത്ത് വീട്ടിലെ ആളൊരു വാഹനം വാങ്ങിച്ചു, അത് അവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം നമ്മൾ പോയിട്ട് അതേ കാറ് വാങ്ങിക്കാൻ പാടില്ല. ചിലപ്പം ആ ഒരു ബാച്ചിൽ അല്ലെങ്കിൽ ആ കമ്പനി ഇറക്കിയിൽ ഏറ്റവും നല്ല കാറായിരിക്കും അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ബാക്കി എല്ലാ കാറും ചിലപ്പോൾ മോശമായിരിക്കും. അതുപോലെ തന്നെ നേരെ തിരിച്ചും, നമ്മളെ പരിചയത്തിലുള്ള ഒരാൾ ഒരു കമ്പനിയുടെ കാറ് വാങ്ങിച്ചു, അത് ഒരുപാട് കംപ്ലൈൻസ് ഉണ്ട് എന്നതുകൊണ്ട് മാത്രം അത് മോശമാവണമെന്ന് അർത്ഥമില്ല. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ഗൂഗിളിലൊക്കെ റിവ്യൂ നോക്കുന്ന സമയത്ത് രണ്ട് തരം ആളുകളാണ് റിവ്യൂ ഇടുക. അത് ആർക്കെങ്കിലും അറിയാവോ? ഒന്ന്, ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്. പിന്നെ ഉള്ളത് ആ പ്രോഡക്റ്റ് തീരെ ഇഷ്ടപ്പെടാത്ത ആളുകൾ. ഇതിൻ്റെ ഇടയ്ക്കുള്ള വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ ഒരിക്കലും എവിടെയും റിവ്യൂ ഇടാറില്ല. അതങ്ങനെയാണ് പൊതുവിൽ കണ്ടുവരുന്നത്. അതുപോലെ തന്നെയാണ് ഈ കാറ് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ആളും ഒട്ടും ഇഷ്ടപ്പെടാത്ത ആളുമാണ് ഇതിനെപ്പറ്റി ഒന്നുകിൽ പരാതി പറയും അല്ലെങ്കിൽ നല്ലത് പറയും. അതിനിടക്കായിരിക്കും ഒരു 90% ആളുകളും വലിയ കുഴപ്പമില്ലാന്ന്. അപ്പം അവരെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അവരോടാണ് സത്യത്തിൽ നമ്മൾ റിവ്യൂ ചോദിക്കേണ്ടത്. അതിനാണ് നമ്മൾ ടോക്ക് ടു ഓർഡിനറി പീപ്പിൾ. സക്സസ് ആയ ആളുകളോടും ഫെയിലായ ആളുകളോടും അല്ല, അതിനിടയ്ക്കുള്ള ആളുകളോട് നമ്മൾ സംസാരിക്കണം. എന്നാലേ നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് പിക്ചർ കിട്ടാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ ഒരു പ്രോഡക്റ്റിനെ പറ്റി ഒരു കാര്യം ഒരാളോട് അന്വേഷിക്കുമ്പം നമ്മൾ ഒരിക്കലും അവരുടെ കഥകൾ കേൾക്കരുത്. ഈ സ്റ്റോറി ടെല്ലിങ്ങിന് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു ഇമോഷനും കൂടെ ആഡ് ചെയ്യും, അല്ലേ? നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ കാറിൻ്റെ തന്നെ ഉദാഹരണമാണെങ്കിൽ, ആ കാറിൻ്റെ മിറർ ഉണ്ടല്ലോ, അതിൻ്റെ കളറ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ ആ ആൾക്ക് റെഡ് കളർ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അയാളുടെ ഒരു ഇമോഷണൽ റെഡിനോടുള്ള ഇഷ്ടം കൂടെ ചേർത്തിട്ടാണ് അത് നമ്മളോട് അതിനെപ്പറ്റി അഭിപ്രായം പറയാം. അപ്പം നമ്മൾ എപ്പോഴും സ്റ്റോറി അല്ല കേൾക്കേണ്ടത്, നമ്മൾ ഡാറ്റയാണ് നോക്കേണ്ടത്. ഇപ്പം നേരത്തെ യൂട്യൂബേഴ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ, യൂട്യൂബ് ചാനൽ തുടങ്ങി വലിയ ലാഭം ഉണ്ടാക്കിയ ആളുകളെ പറ്റിയുള്ള മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുന്നതിന് പകരം യൂട്യൂബിൽ പോയി നോക്കുക എത്ര അക്കൗണ്ട് ഉണ്ട്, അതിൽ എത്ര അക്കൗണ്ടിനാണ് 1000-ൽ താഴെ വ്യൂസ് ഉള്ളത്, എത്ര അക്കൗണ്ടിനാണ് 1000-ൽ കുറവ് വ്യൂസ് ഉള്ളത്. അത് മാത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു ചാനൽ തുടങ്ങുന്നത് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഡാറ്റ നോക്കണം, സ്റ്റോറീസ് നോക്കരുത്. പിന്നെ ഉള്ളത്, നമുക്ക് ഫിറ്റ് ആവാത്തത് ഒരിക്കലും വേറെ ആളടുത്ത് നിന്ന് കോപ്പി ചെയ്യാൻ ശ്രമിക്കരുത്. വീണ്ടും ഒഫെൻസീവ് ആവരുത്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്, ഈ വിജയിച്ച ആളുകളെല്ലാം നേരത്തെ എണീക്കുന്ന ആളുകളാണ്, അല്ലേ? 4 മണിക്ക് എണീക്കും, 5 മണിക്ക് എണീക്കും. എല്ലാവരും അങ്ങനെ കേട്ടിട്ടില്ല എല്ലാവരും. അപ്പം നമ്മൾ വിചാരിക്കുക, എന്നാൽ പിന്നെ ഞാനും നാളെ മുതൽ 4 മണിക്ക് എഴുന്നേക്കാം, ഞാനും സക്സസ്ഫുൾ ആവും എന്നുള്ളത്. പക്ഷേ 4 മണിക്ക് എണീറ്റത് കൊണ്ട് മാത്രം സക്സസ് കിട്ടില്ല. അതിന് വേറെയും പല കാര്യങ്ങളുണ്ട്. നമ്മൾ കേട്ട സ്റ്റോറിയിലുള്ള ആള് ചിലപ്പോൾ 9 മണിക്ക് കിടന്നിട്ടായിരിക്കും 4 മണിക്ക് എണീക്കുന്നത്. അതേ സമയത്ത് നമ്മൾ 2 മണിക്ക് കിടന്നിട്ട് 4 മണിക്ക് ആ ഒരു 4 മണി എന്നുള്ള കാര്യത്തിൽ മാത്രം ഇൻസ്പയർഡ് ആയിട്ട് 4 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കവും കിട്ടില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആകെ ക്ഷീണിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഇൻസ്പിറേഷണൽ സ്റ്റോറീസ് കേൾക്കുമ്പം ഈ കേൾക്കുന്ന കാര്യങ്ങൾ, കഥകൾ, നമ്മൾ അവരുടെ അടുത്ത് നിന്ന് നമുക്ക് ഇൻസ്പയർഡ് ആവുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് നമുക്ക് ഫിറ്റ് ആവുമോ എന്നും കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. പിന്നെ ഉള്ളതാണ് ട്രാക്ക് യുവർ ഓൺ ഡാറ്റ. നമ്മളെപ്പോഴും മറ്റുള്ളവരെന്ത് ചെയ്തു എന്ന് നോക്കാനാണ് നമുക്ക് കൂടുതൽ ടെൻഡൻസി. അത് നോക്കുന്നതിന് മുമ്പ് നമ്മളിത് ചെയ്തപ്പം എന്താണ് സംഭവിച്ചത്? ചിലപ്പോൾ നമ്മളെ മുമ്പ് പലചരക്ക് കട നടത്തിയിട്ടുണ്ടാവും, അത് നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ എന്താ പാടാ പഠിച്ചത്? ചിലപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത ഒരാളായിരിക്കും.
അതല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളായിരിക്കില്ല, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന കണക്ഷൻസ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരാൾ പലചരക്ക് കട നഷ്ടത്തിലായിട്ട് ഉടനെ പോയിട്ട് ടീ ഷോപ്പ് തുടങ്ങിയാലും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം ആൾ വിൽക്കുന്ന പ്രോഡക്റ്റേ മാറുന്നുള്ളൂ. ആൾക്ക് സെയിൽസിൽ ആൾക്ക് അത്ര പരിചയമില്ല എന്നുള്ളതാണ് പരാജയത്തിന് കാരണം. അപ്പം നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ കണ്ട് ഇൻസ്പയർ ആവുന്നതിന് മുമ്പ് നമ്മുടെ പാസ്റ്റ് നോക്കുക, നമ്മുടെ സാഹചര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ലക്ക്, അതുപോലെ ടൈമിങ്, ഇതും ഒരു വിജയത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. കോവിഡിന്റെ സമയത്ത് ഈ മാസ്കുകളൊക്കെ വിറ്റിട്ട് പൈസക്കാരനായ ഒരാളെ കണ്ടിട്ട് ഇപ്പം നമ്മൾ ഇൻസ്പയർ ആയിട്ട് മാസ്കുകൾ വിൽക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടുമോ? ഇല്ല, കാരണം അത് ആരും ഉപയോഗിക്കുന്നില്ല ഇപ്പം. അതുപോലെ നമ്മൾ പരിചയത്തിലുള്ള ഒരാൾ ലോട്ടറി എടുത്തു, അയാൾക്ക് ലോട്ടറി കിട്ടി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയിട്ട് എടുത്താൽ നമുക്ക് കിട്ടുമോ? ഇല്ല, കാരണം അവിടെ ഒരു ലക്ക് ഒരു ഫാക്ടറാണ്. അപ്പം സക്സസ് എന്ന് പറയുന്നതിനകത്ത് എഫേർട്ട്, ആളുടെ എൻവിറോൺമെൻറ്റ്, അല്ലെങ്കിൽ ആൾക്ക് കിട്ടുന്ന സപ്പോർട്ട്, ആളുടെ ടാലൻറ്റ്, ഇതിനൊക്കെ പുറമെ ലക്കും ടൈമിങ്ങും ഒരു ഫാക്ടറാണെന്നുള്ള ആ ഒരു സത്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേറൊരാളെ കോപ്പി ചെയ്യുന്ന സമയത്ത് ഒരാൾ ഒരു ഒരു 5-6 ബിസിനസ്സുള്ള ഒരാൾ എല്ലാ ബിസിനസ്സും നന്നായിട്ട് പോവാണ്. അയാൾ 7ാമത്തെ ഒരു ബിസിനസ് തുടങ്ങി, അത് 1 മാസം കൊണ്ട് വിജയിച്ചു. അപ്പം നമ്മളാണെങ്കിൽ ബിസിനസ്സിൽ പരിചയമൊന്നും ഇല്ലാത്ത ഒരാൾ നമ്മളൊരു ബിസിനസ് തുടങ്ങിയ മറ്റേ ആളുടെ പതയെ പോലെ 1 മാസം കൊണ്ട് വിജയിക്കുന്ന ഉള്ള അസംഷനിൽ നമുക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. കാരണം അയാൾക്കുള്ള അത്രയും കണക്ഷൻസോ അയാൾക്കുള്ള അത്രയും പൈസയോ ഒന്നും നമ്മുടെ കയ്യിലില്ല, അല്ലേ? നമുക്ക് ചിലപ്പോൾ ലോൺ എടുക്കേണ്ടി വരും, നമുക്ക് റൂം റെന്റ് ചെയ്യേണ്ടി വരും, നമ്മൾ കസ്റ്റമേഴ്സിനെ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും പുതുതായിട്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ 6 മാസം 1 വർഷമൊക്കെ എടുക്കും അത് വിജയത്തിലേക്ക് എത്താനായിട്ട്. അപ്പം നമ്മൾ സക്സസ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളിൽ നിന്ന് ഇൻസ്പയർ ആകുമ്പം അവരുടെ സാഹചര്യം കൂടെ നോക്കണം. ഇനി ഇതിനകത്ത് ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് മോട്ടിവേഷണൽ ഇൻഫ്ലേഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്നും രാവിലെ എണീറ്റിട്ട് മോട്ടിവേഷൻ സ്റ്റോറി കേട്ടാൽ നമ്മൾ വിജയിക്കില്ല. എന്നും മോട്ടിവേഷൻ കേൾക്കുന്ന ഒരാൾക്ക് തോന്നുന്നു, അയാളുടെ മെൻറ്റാലിറ്റി എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഒന്ന് അയാൾ കൺഫ്യൂസ്ഡ് ആവും, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം ഇയാൾ നോക്കുമ്പം ഏത് ബിസിനസ് ചെയ്യുന്ന ആളും, അല്ലെങ്കിൽ ഏത് കോഴ്സിന് ചേർന്ന ആളും, അല്ലെങ്കിൽ ഏത് ജോലി ചെയ്യുന്ന ആളും അവരെല്ലാം സക്സസ്ഫുൾ ആണ്. ഇതിലേതാണ് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളത് ആൾക്ക് കൺഫ്യൂഷൻ ആവും. രണ്ടാമത്തത്, അയാളുടെ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് എല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ഇതൊക്കെ എല്ലാവരെ കൊണ്ടും പറ്റുന്നതാണ് എന്നുള്ളതാണ്. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാന്ന് അറിയില്ലേ, അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ്. അപ്പം ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ചത്, നമ്മൾ 1% വരുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ മാത്രം സാമ്പിളായിട്ട് എടുത്ത് നമ്മളൊരു അസസ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന റിസൾട്ട് ശരിയാവാനുള്ള പ്രോബബിലിറ്റിയും ആ 1% ഉള്ളൂ എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് കിട്ടുന്ന അസസ്മെൻറ്റും അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന ഡിസിഷനും ഒക്കെ ശരിയാവണമെങ്കിൽ ഈ പരാജയപ്പെട്ട 99% ആളുകളെ കൂടെ നമ്മൾ പരിഗണിക്കണം. അങ്ങനെ ചെയ്താലേ നമുക്ക് എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാവുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ പിന്നീട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും, നമ്മൾ ഉദ്ദേശിച്ച സക്സസ്സിൽ എത്തുകയുമില്ല. അപ്പം കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്. നിങ്ങളുടെ ഫീഡ്ബാക്കും നിങ്ങളുടെ കമൻസ് എല്ലാം ആഡ് ചെയ്യാം. താങ്ക് യു. ഗുഡ് മോർണിംഗ് റോഫ് സർ. ഗുഡ് മോർണിംഗ്. എല്ലാം റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യമായിരുന്നു. ഒന്നും റിലേറ്റബിൾ അല്ലെന്ന് പറയാൻ പറ്റില്ല. എല്ലാം ഈച്ച് ആൻഡ് എവരി എക്സാമ്പിൾ അല്ലേ. ഈ ക്ലാസ് കേൾക്കുമ്പോൾ മോട്ടിവേറ്റഡ് ആവരുത് എന്നൊരു മെസ്സേജ് ഇതിലില്ല കേട്ടോ. ഇതിൽ മോട്ടിവേറ്റ് ആവാം, പക്ഷെ ഈ പറഞ്ഞ പോലെ ഉടനെ ചാടി കയറി നാളെ രാവിലെ ഇത് ചെയ്താൽ അത് ചെയ്താൽ നമ്മൾ സെറ്റപ്പ് ആവാം, അടിപൊളിയാവെന്ന് വിചാരിക്കരുത്. പക്ഷെ സക്സസ്ഫുൾ ആവാത്ത ഒരുപാട് ആളുകൾ ഉള്ള നാടാണ് നമ്മുടെ. പക്ഷേ സക്സസ്ഫുൾ ആയവരും ഉണ്ട്. എന്ത് കാര്യം ചെയ്യുമ്പോഴും റിസർച്ച് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൽ ഒരുപാട് കാര്യം സാറ് പറഞ്ഞത് റിലേറ്റായി. അതിലൊരു കാര്യമാണ് ഈ ഞാൻ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഷുഗർ കട്ട്, അപ്പോഴേക്കും 10 കിലോ കുറഞ്ഞു. ഞാൻ ഒന്നും ചെയ്തില്ല അല്ലേ, ഈ ഒരു ടൈപ്പ് ഓഫ് ഡയറ്റ് ഫോളോ ചെയ്തു,
ഞാൻ 25 കിലോ കുറഞ്ഞു. ഇത് സ്ഥിരം നമ്മൾ ആളുകളുടെ അടുത്ത് നിന്ന് കേൾക്കുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് ഡേ റീസെൻ്റ്ലി നടന്നതായതുകൊണ്ട് ആ ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് പെട്ടെന്ന് ചേഞ്ച് വന്നു. അപ്പോൾ ഉടനെ പുള്ളിക്കാരി എല്ലാവരോടും പറഞ്ഞതാണ്, ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഫുഡിൽ കൺട്രോൾ കൊണ്ടുവന്നെങ്കിൽ വേറെ ഒന്നിനും നേരമില്ല, ഞാൻ വണ്ണം കുറഞ്ഞു. അപ്പം ഇത് പിന്നീട് ഒരു 5-6 പേര് ഇരിക്കുന്ന ഇടയിൽ ഇതൊരു ചർച്ചാ വിഷയമായി. കാരണം പുതിയ പുതിയ പിക്കുകൾ പോസ്റ്റ് ചെയ്യുന്നു, അടിപൊളി പിക്കുകളൊക്കെ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇതൊരു ടോക്കായപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ പറയാണ്, അതെ അവൾ ഓൾറെഡി ജിമ്മ് ജോയിൻ ചെയ്തിട്ടുണ്ട്, ഒരു ഡയറ്റീഷ്യനുണ്ട്, കട്ട ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് കുറേ കാര്യങ്ങൾ ചെയ്ത് എന്നിട്ടാണ് അവർ വണ്ണം കുറച്ചത്. ഇതുപോലെ നമ്മൾ ഇൻസ്പയർ ആയി സാറ് പറഞ്ഞ മാതിരി ഒന്നും കഴിക്കാതെ വെറും 3 നേരം പച്ചവെള്ളം കുടിച്ച് ഡയറ്റ് ചെയ്യാൻ നോക്കുന്നവരുണ്ട്. പിന്നെ അതുപോലെ ഒരു കാര്യം കൂടി, സാറ് പറഞ്ഞില്ലേ ഈ ജിമ്മിലൊക്കെ പോയിട്ട് ആളുകൾ 3 മാസം കൊണ്ട് വണ്ണം കുറച്ചുള്ളത്. ആം ഐ ഓഡിബിൾ? അതെ അതെ, കേൾക്കാൻ, പറഞ്ഞോളൂ. ആ, അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും അറിഞ്ഞതാണ്. എനിക്ക് അതുവരെ അറിയണ്ടായിരുന്നില്ല ഇങ്ങനെയാണിത്, ദിസ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ് എന്ന്. ഞങ്ങളുടെ അടുത്തുള്ളൊരു കുട്ടി നല്ല വണ്ണം അവന്. അപ്പം അവൻ ജിമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ ട്രെയിനർ പറഞ്ഞൊരു കാര്യമാണ്, അതായത് 10 പൈസ നീ തരണ്ട, നിന്റെ കംപ്ലീറ്റ് ട്രെയിനിങ് ഞങ്ങൾ ചെയ്യും, പക്ഷേ നിന്റെ സ്റ്റോറി ഞങ്ങൾ പേജിൽ പോസ്റ്റ് ചെയ്യുന്നു വണ്ണം കുറയുന്നതിൻ്റെ. പയ്യൻ റെഡിയായി. അപ്പം എൻ്റെ ഭയങ്കര ഫ്രണ്ട് അവൻ. അപ്പം അവൻ എന്നോട് പറയുന്ന കഥയാണ്, എന്നാണോ ഇവരുടെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത് അതിനും 6 മാസം മുമ്പ് തൊട്ട് ഇവനെ ട്രെയിൻ ചെയ്യുന്നുണ്ട് ട്രെയിനർ, 10 പൈസ വാങ്ങാതെ. ആലോചിക്കണം. എന്നിട്ട് എന്ത് ചെയ്തിട്ടും വണ്ണം കുറയുന്നില്ല. ആദ്യത്തെ 3 മാസത്തിൽ വണ്ണം കുറയുന്നില്ല. ഉടനെ ഇവനെ കളരി ക്ലാസ്സസിനും അയാൾ തന്നെ കാശ് കൊടുത്തിട്ട് ചേർത്തിരിക്കുകയാണ്, കാരണം ബോഡിക്ക് ഒരു വഴക്കം വരാൻ. അപ്പം ഞാൻ ചോദിച്ചു, വേടാ ഇപ്പോഴേ, അപ്പം എന്നോട് പറഞ്ഞു തന്നതാ, അതായത് ഈ 6 മാസം തുടങ്ങുന്നതിന് മുമ്പ് ഇവൻ്റെ ഒരു ഫോട്ടോ എടുപ്പിക്കും. ഈ 6 മാസം ആരെയും ട്രാൻസ്ഫോർമേഷൻ കാണിക്കാതെ ചെയ്യും. പിന്നെ ഈ 3 മാസം ഉണ്ടല്ലോ ലാസ്റ്റ് തുടങ്ങിയെന്ന് പറയണേ, അതും കൂടി കഴിഞ്ഞ്, അതായത് ആക്ച്വലി 9 മന്ത്സിന് ശേഷമാണ് ഇവൻ്റെ ആഫ്റ്റർ വീഡിയോ വിടുന്നത് ഇവർ. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ സാറ് പറഞ്ഞ കാര്യം 3 മാസം കൊണ്ട് ഇത്ര കുറഞ്ഞു, ആ ജിമ്മിൽ പോകണം, ആ ഇൻസ്ട്രക്ടർ നല്ലതാന്ന് പറഞ്ഞിട്ട് കുറേ പേര് ചാടിക്കറി അവിടെ പോകും. പക്ഷെ എന്താ, ആക്ച്വലി 9 മാസം കൊണ്ടാണ് അവൻ ചെയ്തത്. സോ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കലുണ്ട് എല്ലാത്തിനും. അതിപ്പോൾ എല്ലാ എക്സാമ്പിളിലും കഥ പറയാനുണ്ട്. അത്രയും നന്നായിട്ട് സാർ ഈ ഒരു ടോപ്പിക്ക് ഹാൻഡിൽ ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറയല്ല, കുറേ കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവതരിപ്പിച്ചത്. സോ താങ്ക് യു സോ മച്ച്. സോറി, ഞാൻ നടത്തത്തിലാണ്, അതാണ് ഇങ്ങനെ കിതച്ച് വർത്താനം പറയുന്നത് കേട്ടോ. ഓക്കെ ദെൻ, താങ്ക് യു സർ. താങ്ക് യു അർച്ചന മാം, താങ്ക്സ് ഫോർ ദ ഫീഡ്ബാക്ക്. മാം പറഞ്ഞത് കറക്റ്റാണ്. നമ്മൾ ഈ പറയുന്ന പോലെ പ്രത്യേകിച്ചും അഡ്വർടൈസ്മെന്റുകൾ, മാർക്കറ്റിംഗ് എല്ലാം അവരെല്ലാം യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഇത് തന്നെയാണ്. പിന്നെ അത് കാണുന്നവരാരും അന്വേഷിച്ച് പോവുകയില്ലല്ലോ. നമ്മൾ ആരെങ്കിലും പോയിട്ട് ജിമ്മിൽ പോയി ചോദിക്കും, നിങ്ങളുടെ ജിമ്മിൽ എത്ര പേര് കഴിഞ്ഞ വർഷം ജോയിൻ ചെയ്തു, അതിൽ എത്ര ആളുകൾക്ക് വണ്ണം കുറഞ്ഞു, എത്ര ആളുകളിൽ 6 പാക്ക് ഉണ്ടായിന്ന് നമ്മൾ ചോദിക്കില്ല. കാരണം നമ്മുടെ ഒരു മെൻറ്റാലിറ്റി അങ്ങനെ ആയതുകൊണ്ടാവാം, നമുക്ക് എപ്പോഴും സക്സസ് ആവണം എന്നുള്ള ഒരു ത്വരയാണല്ലോ. അപ്പം അതും എത്രയും ഈസി ആയിട്ട് ഷോർട്ട് കട്ടിലൂടെ ആവാൻ പറ്റുന്നോ അത്രയും നല്ലത് എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അത് അവർ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. താങ്ക് യു അർച്ചന മാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഷജീല മാം. അർച്ചന മാം പറഞ്ഞ പോലെ തന്നെ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള കുറെ എക്സാമ്പിൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ പറഞ്ഞെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം പറയാം. ഈ PSC എക്സാം ഉണ്ടല്ലോ, PSC അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാനൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ ഈ PSC എഴുതിയിട്ട് അവർക്ക് സക്സസ് ആയിട്ടുള്ള, അവർക്ക് ജോലി കിട്ടിയിട്ടുള്ള ആളുകളെ കണ്ടിട്ട് നമുക്ക് നോക്കാം എന്നുള്ള രീതിക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു, എക്സാം എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാലോ അത് എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാണത് കിട്ടുക, എത്രത്തോളം അതിന് എഫേർട്ട് ഇടണം എന്നൊക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു എഴുതി എന്നാണ് ഉണ്ടായത്. അപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ് അവളെന്ന് പറഞ്ഞാൽ
ചെറിയ പ്രായമാണ്, എന്നെക്കാളൊക്കെ താഴെയാണ്. അപ്പോൾ അവള് ഇത് പഠിക്കണുണ്ടായിരുന്നു. അതോടൊപ്പം ഫസ്റ്റ് ഇതിൽ എഴുതിയപ്പോൾ തന്നെ കിട്ടുകയും ചെയ്തു. അങ്ങനെ അപ്പോൾ നമ്മള് പറയും ഭാഗ്യമുള്ളവർക്ക് കിട്ടും എന്നൊക്കെ അല്ലെ, പൊതുവെ അങ്ങനെയൊക്കെ പറയും. അങ്ങനെ നമ്മൾ ട്രൈ ചെയ്യുമ്പോഴെന്നുണ്ടെങ്കിൽ നല്ലതുണ്ട്. എത്രയോ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചാൽ എത്ര എണ്ണൊക്കെ വരും എന്നുള്ളതാണല്ലോ, അല്ലാണ്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടല്ലല്ലോ. അപ്പൊ പിന്നെ കുറെ പേര് ഇങ്ങനെ പറയും ഇത്ര കൊല്ലങ്ങളായി ട്രൈ ചെയ്യുന്നൊക്കെ. അപ്പൊ ഒരു തവണ ഈ പറഞ്ഞ കുട്ടീന്റെ അടുത്ത് ഞാൻ സംസാരിച്ച സമയത്ത് അവരുടെ സ്റ്റോറി എന്ന് വെച്ചാല് വീട്ടില് ഭയങ്കര സ്ട്രഗിൾ ആണ് അവർക്ക്. അതും പിന്നെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം, അത് എന്തായാലും വേണം, ഉറപ്പായിട്ടും വേണം. എല്ലാവർക്കും ഇപ്പൊ ഈ പറയുന്ന ആൾക്കാര് എല്ലാവർക്കും ഒരു മറുപടി കൊടുക്കണം, പിന്നെ അവരുടെ ഒരു വലിയൊരു ഗോള് എന്ന് പറയാം. അപ്പൊ അങ്ങനെ പഠിച്ച് എഴുതിയിട്ട് കിട്ടിയതാണത്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ PSC എഴുതാൻ പോണത് കിട്ടണില്ല എന്നുള്ളത് അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത്രത്തോളം. അപ്പൊ അവര് പറയുന്നതിൽ എന്ന് വെച്ചാല് എന്ത് ജോലി എടുക്കണതിന്റെ ഇടയിലും ബാത്റൂമിൽ പോകുമ്പോൾ പോലും ബുക്ക് കൊണ്ടുപോയിട്ട് ഇരുന്നിട്ട് പഠിച്ചിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയും. അതായത് വീട്ടിലുള്ള ഒരു സാഹചര്യവും കൂടെ നോക്കിയിട്ട്. അപ്പൊ അതുപോലെയൊന്നും അങ്ങനെ ചെയ്തിട്ടാണ് ആ കുട്ടിക്ക് അങ്ങനെ വന്നതെന്നൊക്കെ കേൾക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കേൾക്കുക, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവുക, അങ്ങനെ എഴുതുക എന്നുള്ള രീതി കാണുമ്പോൾ അതില് നമ്മൾക്ക് എത്രത്തോളം ആ ഒരു ഡ്രീം ഉണ്ട്, അത് നേടണം എന്നുള്ള അതിങ്ങനെ മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾക്ക് പറ്റുന്നതാണോ പറ്റാത്തതാണോ എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഞാൻ ശരിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം എഫേർട്ട് ഒന്നും എടുത്തിട്ട് എനിക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും, മറന്നും പോവും. ഞാൻ പതുക്കെ വലിഞ്ഞ് എൻ്റെതായിട്ടുള്ള മേഖലയിലേക്ക് കടക്കുകയാണ് ചെയ്തത്. എനിക്കപ്പോൾ അതാണ് ഓർമ്മ വന്നത്. താങ്ക് യു. എല്ലാം എക്സാമ്പിൾസ് ഒക്കെ ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. താങ്ക് യു. ഹലോ സർ. ഹായ്, ഗുഡ് മോർണിംഗ് ബോബി മാം. ഗുഡ് മോർണിംഗ് സർ. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നാലും എല്ലാ പോയിന്റ്സും നമുക്ക് റിലേറ്റഡ് ആയിരുന്നു. എങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എല്ലാത്തിനും ഇതെല്ലാം പറഞ്ഞിട്ട് സാർ ഒരു കാര്യം പറഞ്ഞായിരുന്നു അല്ലേ, നമ്മുടെ ടൈമും ഇതിനെ ഒരു ഫാക്ടറായിട്ട് വരുന്നു. അപ്പൊ ഞാൻ ആ സിനിമയിലെ നമ്മുടെ വിജയനും ദാസിനെ ഓർക്കുമായിരുന്നു കേട്ടോ. നമ്മൾ കുറേ വർഷമായിട്ട് എന്തെല്ലാം ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഒക്കെ ചെയ്തിട്ടും നമുക്ക് ചിലപ്പോൾ സക്സസ് ആവുന്നില്ലെങ്കിൽ, നമ്മളിങ്ങനെ ഫെയിലായി പോകുന്നെങ്കിൽ, അല്ലെങ്കിൽ സാറ് പറഞ്ഞ പോലെ ഓരോ മോട്ടിവേഷൻസ് കേൾക്കുമ്പോഴും നമ്മൾ അതിൻ്റെയൊക്കെ പുറകെ പോകും. എന്നാലും നമ്മൾ സക്സസ് ആവുന്നില്ലെങ്കിലും ഈ ടൈമും ഒരു ഫാക്ടർ ആണെന്ന് സാറ് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കുറെ റിലേറ്റബിൾ ആയിരുന്നു. താങ്ക് യു കേട്ടോ സാറേ, നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, സാർ ഒരു ചുമ വന്നപ്പോൾ അങ്ങ് പെട്ടെന്ന് ഇങ്ങനെ ഷോക്കായി, അപ്സെറ്റ് ആയി പോയതുപോലെ, അങ്ങ് സ്റ്റക്കായി പോയതുപോലെ തോന്നി. അങ്ങനെയൊന്നും പേടിക്കണ്ട സാർ, നമ്മൾ മാത്രമല്ലേ ഉള്ളത്. ഒന്ന് ചുമച്ചെന്നും പറഞ്ഞൊന്നും ഒന്നും പറ്റാൻ പോകുന്നില്ല. ഇല്ല, അങ്ങനെ ഞാൻ തോന്നി. അപ്സെറ്റ് ആയില്ല, ഞാൻ മ്യൂട്ട് ആക്കിയതാണ്, നിങ്ങളത് കേൾക്കണ്ട വിചാരിച്ചിട്ട്. ഡിസ്റ്റർബൻസ് ആവണ്ട, അത് നമ്മളെ ഈ മീറ്റിങ്ങിലൊക്കെ അങ്ങനെ ശീലിച്ചു പോയതാണ്. ആ ആ ആ. നല്ല മാം ക്ലാസ് പറഞ്ഞത് ആയിരുന്നേ. കറക്റ്റ് ആണ്. ഈ ടൈം എന്ന് പറയുന്നതും ഒരു ഫാക്ടർ തന്നെയാണ്. ഇപ്പം ചില കാര്യങ്ങൾ മാം പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് കാലം ശ്രമിച്ചാലും ഒരു പ്രത്യേക സമയത്തേ അത് നടക്കുള്ളൂ. സംഭവിക്കാനുള്ളത് സംഭവിക്കും, പക്ഷെ അതിനൊക്കെ ഒരു സമയമുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ലക്ക് എന്ന് പറയുന്നതും നമ്മള് ഇൻസ്പയർഡ് ആയിട്ടുള്ള സ്റ്റോറി കേട്ട ആ വ്യക്തി അത് ചെയ്ത സമയത്ത് എന്തോ ഒരു ഭാഗ്യം കൂടെ തുണച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആളുടെ പരിസരവും എൻവറോൺമെന്റ് അതുപോലെ എല്ലാം അങ്ങ് ഓക്കെ ആയപ്പോഴായിരിക്കും. അത് പല കാരണങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണല്ലോ ഈ സക്സസ് സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പം അത് ഓക്കെ ആവില്ല. ഇപ്പം നമ്മളൊരു വീട് വെക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാണ്, നമ്മൾ ലോണിന് അപേക്ഷിച്ചു, അപ്പോൾ ബാങ്കിൽ സമരമാണ്, അപ്പം ലോൺ അപ്രൂവ് ആയില്ല. അതല്ലെങ്കിൽ ഗവൺമെൻറ് ഉടനെ ഇൻട്രസ്റ്റ് അങ്ങ് കൂട്ടി, അപ്പോൾ നമുക്ക് ലോൺ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അല്ലെങ്കിൽ നമുക്ക് ഓഫീസിൽ ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ കാരണം നമ്മുടെ വീട് പണി ഡിലേ ആവുന്ന സമയത്ത് നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ പെട്ടെന്ന് വീട് പണി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ച് ചിലപ്പോൾ അയാൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടിക്കാണും, അല്ലെങ്കിൽ അയാൾക്ക് കടം തിരിച്ചു കൊടുക്കാനുള്ള ഒരാൾ പൈസ തിരിച്ചു കൊടുത്ത് കാണും, ബാങ്ക് ലോൺ അപ്രൂവ് ആയിട്ട് കാണും. അപ്പം നമ്മുടെയും ആളുടെയും എഫേർട്ട് ചിലപ്പോൾ ഒന്നായിരിക്കും, പക്ഷേ എൻവിറോൺമെൻറ്റും ചുറ്റുമുള്ള കാര്യങ്ങളും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതും നമ്മൾ കൺസിഡർ ചെയ്യണം. അതിനകത്ത് സമയവും വരും, ലക്ക് വരും, നമ്മുടെ കണക്ഷൻസ് വരും, നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് വരും, നമ്മുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ വരും, ഒരുപാട് കാര്യങ്ങൾ വരും. ഹലോ, ഇത്രയേ ഗുഡ് ഉള്ളൂ അല്ലേ? മോർണിംഗ്. അസ്സലാമു അലൈക്കും.
മോർണിംഗ് സർ. എന്തുണ്ട്, സുഖമല്ലേ? ഞാൻ കുറെ കാലമായി ഇതിൽ കയറിയിട്ട്. ഇപ്പോ ഇന്നാണ് കുറച്ച് കാലത്തിന് ശേഷം കയറിയത്. എന്തായാലും നല്ല അടിപൊളി ക്ലാസ്. പലപ്പോഴും നമ്മുടെ മുന്നിൽ കാണുന്ന സംഗതികളെല്ലാം തന്നെ കുറെ പൊടിപ്പും തൊങ്ങലുകളൊക്കെ വെച്ചിട്ടുള്ള സംഗതികളാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കാനും അതിലേക്കൊക്കെ ഇറങ്ങാനുമായിട്ടെന്ന് മനസ്സിലായി. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഈ ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അതായത് പലപ്പോഴും നമ്മൾ വിചാരിക്കും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാന്നുള്ള കാര്യങ്ങളൊക്കെ. ഓൺലൈൻ ട്രേഡിങ് വളരെ സിമ്പിളാണ്, ഒരുപാട് ആളുകൾ പൈസ ഉണ്ടാക്കുന്നത്. പക്ഷെ അതിൽ സക്സസ് ആവുന്ന ആളുകൾ വളരെ ചുരുക്കം ആളുകളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. കാരണം എൻ്റെയും കുറേ പൈസ ഇങ്ങനെയുള്ള പല അഡ്വർടൈസ്മെന്റും നമ്മുടെ ഫോളോ അപ്പ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, ഇത് ക്രെഡിറ്റ് കാർഡ് ഒരു മാസത്തേക്കൊന്ന് മറിച്ചു കഴിഞ്ഞാൽ പൈസ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ. അപ്പോൾ ഇതിലെല്ലാം ഒരുപാട് ചതിക്കുഴികളും അങ്ങനെ പല കാര്യങ്ങളും പലതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ പല കാര്യങ്ങളിലേക്കും ഇറങ്ങാൻ. എന്തായാലും ക്ലാസ് വളരെ നന്നായിരുന്നു. എല്ലാം അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. അതെ, അതാണ് ടോപ്പിക്കിന്റെ പേര് കണ്ടില്ലേ, ഡോണ്ട് ബിലീവ് ദ ഹൈപ്പ്. ഹൈപ്പ് കണ്ടിട്ട് നമ്മൾ പുറകെ പോകാൻ പാടില്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. പിന്നെ നേരത്തെ അർച്ചനാമ്മയും പറഞ്ഞ പോലെ ഇൻസ്പയർഡ് ആവേണ്ട അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആവേണ്ട എന്നല്ല, പക്ഷേ നമ്മൾ മോട്ടിവേറ്റഡ് ആവുന്ന കാര്യം നമുക്ക് ഫിറ്റ് ആവുന്നതാണോ എന്നും കൂടെ നോക്കിയിട്ട് വേണം അതിലേക്ക് ഇറങ്ങാനായിട്ട്. താങ്ക് യു ഫൈസൽ സാർ. താങ്ക് യു സാർ. സാറിന് ഇത്രയും വയ്യാഞ്ഞിട്ടും ഇതെല്ലാം ഏറ്റെടുത്ത് സജ്ജന മാമിന്റെ റോള് കൂടി നല്ല ഭംഗിയായിട്ട് ചെയ്തതിന് ആദ്യം കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചിന്തിക്കാൻ പറ്റിയ കാര്യങ്ങളായിരുന്നു എല്ലാം തന്നെ. നമ്മള് സാധാരണഗതിയില് നല്ല റിയാലിറ്റി ആയിട്ട് നമ്മൾ സാറ് പറഞ്ഞു തന്നു ഓരോ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ശരിക്കും നന്നായിട്ട് ചിന്തിക്കാനും ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഇനിയിപ്പോ ഓർമ്മ വരും സാറിന്റെ ക്ലാസ്. അപ്പൊ താങ്ക് യു ജിഷ. ഫോർ യുവർ മോട്ടിവേഷൻ. നമ്മള് പ്രത്യേകിച്ച് ഈ മക്കളെയൊക്കെ ചേർക്കുന്ന സമയത്ത് KV കൊണ്ട് ചേർത്താൽ കുട്ടി നന്നാവും, അല്ലെങ്കിൽ CBSE പഠിച്ചാൽ നന്നാവും, അല്ലെങ്കിൽ ഇന്ന കോഴ്സ് പഠിച്ചാൽ നന്നാവും എന്നൊക്കെയുള്ള അതിന് നമ്മൾ കുറെ ഉദാഹരണങ്ങളും പറയും. പക്ഷെ അത് മാത്രമല്ല സക്സസ് ഫാക്ടർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയും ഇപ്പൊ ചിലപ്പോൾ മലയാളം മീഡിയത്തിൽ പഠിച്ചാലും നല്ല ഒരു സ്ഥലത്തെത്തും. അപ്പം ഞാൻ പറയുന്നത് നമ്മൾ അവിടെ ഒന്നും ചേർക്കണ്ടെന്നല്ല, ആ ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ സ്റ്റക്കായിട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഹലോ സാർ. ഗുഡ് ഈവനിങ് അഭിരാം സർ. ഞാൻ എബി. ഹലോ. കേൾക്കാം പറഞ്ഞോളൂ. ഓക്കെ. അബി എന്നാണ് ഉദ്ദേശിച്ചത്, റാം അധികം വന്നതാണ്, സോറി. ഓക്കെ, നോ ഇറ്റ്സ് ഓക്കെ. സാറ് പറഞ്ഞതിന്റെ വിട്ട് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സാറ് പറഞ്ഞല്ലോ സ്കൂളിൽ കുട്ടികളെ ചേർക്കാവുന്ന. സാധാരണ എല്ലാവർക്കും ഒരു ഇതുണ്ട്, ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച പിള്ളേര് അവരുടെ ഫ്യൂച്ചർ നല്ല ആവത്തില്ല, അല്ലെ ഇംഗ്ലീഷ് മീഡിയം CBSE ICC അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം സാറ് പറഞ്ഞ എവിടെ പഠിച്ചു എന്നല്ല, നമ്മൾ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ അതിനെ ഡീല് ചെയ്യുന്നു എന്നുള്ള പോലിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത്, എല്ലാത്തിനും ഒരു ബിഹൈൻഡ് സ്ക്രീൻ ഉണ്ട്. എല്ലാ സക്സസ് ആയുള്ളവരും അതിന്റെ പിന്നെ അവരുടെ കഷ്ടപ്പാട്, അതാരും ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഐസ്ബർഗ് പറഞ്ഞിട്ട് അതിന്റെ കഷ്ടപ്പാടുകൾ ആരും കാണുന്നില്ല. ഇപ്പം അർച്ചന മാം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കാണുന്ന മുകളിലത്തെ ഭാഗം മാത്രമാണ്, ബിഹൈൻഡ് സ്ക്രീൻ കാണാൻ നേരത്തെ അറിയാം. അന്നേരം ചിലപ്പോൾ നമ്മൾ പിന്മാറുമായിരിക്കും. എന്നെ കൊണ്ട് എന്റെ ടേസ്റ്റ് ഇതല്ല, അല്ലെ എന്റെ അഭിരുചി ഇതല്ല എന്ന് അന്നേരമായിരിക്കും മനസ്സിലാവുന്നത്. ഇപ്പൊ സാറ് ക്ലാസ്സിന്റെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നല്ലോ, അതായത് നമ്മൾ സക്സസ് മാത്രമല്ല പരാജയപ്പെട്ടവരെയും പഠിക്കണം. അവർക്ക് എന്തുകൊണ്ടാണ് പരാജയം സംഭവിച്ചത്, അവർക്ക് എന്തുകൊണ്ടാണ് സക്സസ് സംഭവിച്ചത്. ഇത് നമ്മളൊരു പുതിയ സംരംഭമോ ഈവൻ ഒരു വണ്ടി എടുക്കുവാണെങ്കിലും ഇതെല്ലാം നോക്കിക്കണ്ട് വേണം ഇത് എനിക്ക് ആപ്റ്റ് ആണോ ഇല്ലയോ എന്ന്.
പലപ്പോഴും നമ്മൾ എടുത്തു ചാടിയാണ്. ഞാൻ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. ഇവിടെ എല്ലാം മലയാളികൾ നമ്മുടെ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ വരും. ഇപ്പൊ കാനഡയെ ഇവിടെ കാണുന്നുണ്ട്. ഒരാൾ ഒരു വീട് എടുത്തെങ്കിൽ അതിനെക്കാട്ടി ഇച്ചിരി കൂടെ കൂടിയ വീടെടുക്കാൻ ഇവർ നോക്കുന്നത്. കാരണം അവരെക്കാട്ടി മുന്നിട്ടിരിക്കുക. അത് കഴിഞ്ഞാണ് ഇവർ ഭാര്യയും ഭർത്താവ് പോലും കാണാറില്ല പരസ്പരം. കാരണം സാറിന് വെച്ചിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും വെളിയിലായതുകൊണ്ട്. അത് അടച്ചു തീർക്കാൻ, മോർഗേജ് അടച്ചു തീർക്കാൻ ഓട്ടമാണ്. കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ഇവര് തമ്മിൽ കാണാറേ ഇല്ലായിരിക്കും ചിലപ്പോൾ. കാരണം അവനവന്റെ നിലനിൽപ്പ് നോക്കാതെ, അല്ലെ അവനവന്റെ സാഹചര്യം നോക്കാതെ, എന്റെ എത്ര വരുമാനം ഉണ്ടോ നോക്കാതെ മറ്റു പലതിനും എടുത്തു ചാടുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ. നമ്മുടെ സാഹചര്യവും നമ്മുടെ കഴിവും എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഓരോന്നിനും നമ്മൾ പുതിയതായിട്ടൊന്ന് തുടക്കം കുറിക്കാൻ. അവര് ചെയ്തതിന്റെ കൂട്ട് എനിക്കും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. മേ ബി അവർക്ക് അതിൻ്റെതായ ബാക്ക്ഗ്രൗണ്ടുകളും കാര്യങ്ങളും ഉണ്ടായിരിക്കാം. ഇവിടെ തന്നെ ചിലർ വീടൊക്കെ ചിലപ്പോൾ അവർക്ക് നാട്ടിൽ നിന്ന് പൈസ കൊണ്ടുവരാൻ ഉള്ള സാഹചര്യം ഉണ്ടായിരിക്കാം. നമുക്കതില്ലെങ്കിൽ അതനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാന്. എനിക്ക് ഈ ക്ലാസ്സിൽ കൂടി മനസ്സിലായത്, എല്ലാത്തിനും ഒരു സ്വർണത്തിനായാലും സ്വർണം പണിത് വരുമ്പോൾ നല്ല തിളക്കവും കാര്യം. പക്ഷെ അതിനോട് ചോദിച്ചാൽ അതിനും ഒരു കഥ പറയാനുണ്ട്, വേദനയുടെയും പ്രയാസത്തിന്റെയും. അത് കഴിഞ്ഞാണ് അതിന് തിളക്കം ഉണ്ടാകുന്നത്. അതുപോലെ സാറ് പറഞ്ഞത് നല്ലൊരു ക്ലാസ് ആയിരുന്നു. കൂടുതലൊന്ന് ചിന്തിപ്പിച്ചു. നമ്മൾ മറന്നുപോയ ചില കാര്യങ്ങളെ ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ആക്കാൻ കഴിഞ്ഞു ഈ ക്ലാസ് കേട്ടത്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു അബി സർ. സാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണല്ലേ, മറ്റേ ആ ആളുടെ മകൻ വിദേശത്ത് പോയി 2 വർഷമായപ്പോഴേക്ക് വീട് വെച്ചു എന്നുള്ളത്. അത് എപ്പോഴും സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആൾക്ക് ചിലപ്പം ഫിനാൻഷ്യലി നല്ല സൗണ്ട് ആയിരിക്കും അവരുടെ ഫാമിലി. അവര് നാട്ടിലേക്ക് പൈസ അയക്കുന്നുണ്ടാവില്ല. സാറ് പറഞ്ഞ പോലെ തന്നെ അവർക്ക് ചിലപ്പോൾ നാട്ടിലുള്ള സ്ഥലം വിറ്റിട്ടായിരിക്കും അവർ സ്ഥലം അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ടാവും. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നതെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ചിലപ്പം നാട്ടിലേക്കും പൈസ കൊടുത്ത് നമ്മുടെ ചിലവും കഴിഞ്ഞ് നമുക്ക് ലോണുകളും അടച്ച് എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പൈസ കൊണ്ടായിരിക്കും നമ്മൾ വീട് വാങ്ങിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഈ ബിഹൈൻഡ് ദ സ്ക്രീനിൽ നടക്കുന്നത് എന്താ എന്ന് കൂടെ നമ്മൾ അറിഞ്ഞാലേ നമുക്ക് ഓവറോൾ പിക്ചർ കിട്ടുള്ളൂ. അപ്പം എപ്പോഴും പോപ്പുലേഷൻ സാമ്പിൾ പരിഗണിക്കുമ്പം നമ്മൾ ഫുൾ പോപ്പുലേഷനെ തന്നെ പരിഗണിക്കണം. അതല്ലെങ്കിൽ ഇതുപോലെ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഓരോ അപകടങ്ങളിൽ പോയിട്ട് ചാടും. Good morning, sir, Rof sir. Good morning, ma'am. Yeah, I was waiting for your session. A very interesting topic, survivor bias എന്ന് പറയുമ്പോൾ there's so much to learn from this, and I realized. Anyway, I appreciate everything, your interactions when others are taking class, and your own interactions when you're handling your session. Like even now, each and every one പറയുമ്പോൾ sir വന്നിട്ട് അതിന്റെ റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ there's a lot to learn from you എന്നുള്ള ഒരു feeling I got today, and your topic was very very interesting. You explained it very well. ഇപ്പോൾ ബാക്കി മെമ്പേഴ്സും പറയുന്നതിന് I would like to add on. I think from what you explained, we should try to lead our own lives rather than analyzing, comparing it with others' life, and anyway we can just what to say, to think of those things which achieve us, and also എന്താണ് അച്ചീവ് ചെയ്യാത്തവരുടെയും ഒന്ന് ആലോചിച്ചിട്ട് വേണം നമ്മൾ പല കാര്യങ്ങളും ചെയ്യണമെന്നുള്ളത്. എനിവേ നൈസ് ടോപ്പിക്സ്. we need to work more on it and try to understand more. A very interesting session, sir. Thanks a lot. Thank you, ma'am. Hello, sir. Good First of all, morning. Good morning, sir. ആക്ച്വലി sir പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം പെട്ടെന്ന്, നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ്, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ആക്ച്വലി എനിക്കത് കണക്ട് ചെയ്തു പോയി. കാരണം നമ്മൾ ബിഹൈൻഡ്, ഇപ്പോൾ എബി സാർ പറഞ്ഞതുപോലെ തിളക്കം എപ്പോഴും നമ്മളെ അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി, പക്ഷെ അതിന്റെ ബിഹൈൻഡ് ആയിട്ടൊരു അൺഹിഡൻ ആയിട്ടുള്ള ഒരു ട്രൂത്ത് നമുക്ക് അറിയാം. പക്ഷെ നമ്മളെ ഒരിക്കലും
ആഴത്തിൽ ചിന്തിക്കുന്നേ ഇല്ല. സാറിന്റെ ആ ഒരു ഈ ഒരു സെഷനിലൂടെ ആക്ച്വലി നമുക്കത് ഇനി കുറച്ച് ദിവസത്തേക്കാണെങ്കിലും നമ്മുടെ മൈൻഡിൽ എന്തായാലും ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. കാരണം അത്രയും നന്നായിട്ട് സാർ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സക്സസ് റീൽസ് എപ്പോഴും നമ്മളങ്ങനെ എന്താ പറയാ, നമ്മളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ പിന്നിൽ എത്രയോ പേര് പരാജയപ്പെട്ടവരുണ്ട്. ഇപ്പം സ്റ്റോറീസ് എല്ലാം കേൾക്കാറുണ്ട്. മണ്ണെണ്ണ വിളക്കിൽ പഠിച്ചിട്ട് ഒരുപാട് പേര് നന്നായവരും, അറ്റ് ദ സെയിം ടൈം അങ്ങനെ പഠിച്ചിട്ടും എവിടെയും എത്താത്തവരുമുണ്ട്, കൂലിപ്പണിക്ക് പോകുന്നവരും. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് സർ. നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു മാം. ഹായ് സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാന് സാറിന്റെ കൊറോണ സമയം പറഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങോട്ട് കണക്ട് ചെയ്തിട്ട്. ഞാൻ കൊറോണ സമയത്ത് കറക്റ്റ് ആയിട്ട് മാസ്ക് ബിസിനസ് നടത്തിയിരുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അന്ന് ആ സമയത്ത് എല്ലാവരും നല്ല എമൗണ്ടില് ഇത് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ബൾക്കായിട്ട് വേറൊരു കമ്പനിയായിട്ട് കണക്ട് ചെയ്തിട്ട് എനിക്ക് അവിടെ നിന്ന് സാധനം ട്രെയിനിൽ കൊറിയറായിട്ട് അയച്ചു. എനിക്ക് അത്യാവശ്യം നല്ല ബിസിനസ് ആയിരുന്നു. എല്ലാ കടകളിലും, അതായത് സാധാരണക്കാർക്കൊക്കെ ഞാൻ റീറ്റെയിൽ ആയിട്ട് ഹോൾസെയിൽ ആയിട്ടൊക്കെ സാധനം സപ്ലൈ ചെയ്തു. നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോയി. ഈ സെയിം സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ എൻ്റെ ബിസിനസ് കണ്ടിട്ട് ഇതുപോലെ തമിഴ്നാട്ടിലേക്ക് ഈ പറഞ്ഞ കമ്പനിയിലേക്ക് വെച്ച് പിടിച്ചു. എന്നിട്ട് അവിടെ പോയി സാധനം എടുത്ത് കൊണ്ടുവന്നു. അപ്പൊ അവിടെ പോയി സാധനം എടുത്ത് കൊണ്ടുവരുമ്പോഴും നമ്മൾ വിചാരിച്ച ഈ വിലക്ക് അവർക്ക് വിൽക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പുള്ളിക്ക് ഭയങ്കര ലോസ് ഒക്കെ വന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇതാണ് സംഭവം. നമ്മള് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും കറക്റ്റ് ആയിട്ട് അതിനെ കുറിച്ച് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാല് ലൈഫിൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള സാർ പറഞ്ഞത് കറക്റ്റാണ്. നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. നല്ല എല്ലാ വിഷയവും ഓരോ വിഷയവും സാറ് കറക്റ്റ് ആയിട്ട് എടുത്തെടുത്തിട്ട് പറഞ്ഞു. ഈ ഒഫൻസ് ഉണ്ടാകുന്ന വിഷയങ്ങൾ വരെ ഒഫൻസ് ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് പ്രത്യേകം പറഞ്ഞിട്ട് സാർ എടുത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞു. വെരി നൈസ് ക്ലാസ്, അടിപൊളിയായിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു. അതെ, ഒഫെൻസീവ് ആവുക എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് കുറച്ചും കൂടെ ഇമോഷണൽ ആണ് നമ്മൾ ചില കാര്യങ്ങളോട്. അപ്പം ബാക്കിയെല്ലാം ഇഷ്ടപ്പെട്ടാലും ചിലപ്പോൾ അങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പം ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. സാർ ഇപ്പം ഈ പറഞ്ഞ ഇതിനോട് ഞാനൊരു സമയമായി തോന്നില്ല, ഒരു കഥ പറയാം. മുമ്പ് ഇത് റിയൽ സ്റ്റോറിയാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഒരിടത്ത് വായിച്ചിട്ടുള്ളതാണ്. ഡൽഹിയിൽ ഈ പാമ്പുകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടി. ഡൽഹിയിൽ നിന്ന് ഞാനൊരു ഒരു ഇതിന് ഒരു സിറ്റി സെലക്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അവിടുത്തെ സർക്കാർ തീരുമാനിച്ചു ഈ പാമ്പുകളെ കൊണ്ട് തന്നു കഴിഞ്ഞാൽ പൈസ തരാം എല്ലാവർക്കും ഒന്ന്. അപ്പം ഈ ഗവൺമെന്റ് വിചാരിക്കുന്നത് എന്താണ്, എല്ലാവരും പാമ്പിനെ പിടിച്ചിട്ട് ഗവൺമെന്റിന് കൊടുത്തോളും, അവർക്ക് അത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അല്ലേ. അതൊരു നല്ലൊരു ചിന്തയാണ്. പക്ഷെ സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പാമ്പുകൾക്ക് പൈസ കിട്ടുന്നത് കാരണം ആളുകൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പാമ്പിനെ വളർത്താൻ തുടങ്ങി. അതായത് പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുവരും, എന്നിട്ട് വളർത്തിയിട്ട് സർക്കാരിന് കൊണ്ടു കൊടുക്കും. അപ്പൊ ഇന്ന എഫക്റ്റ് എന്താ സംഭവിച്ചത്, പാമ്പുകളുടെ എണ്ണം കുറയുന്നതിന് പകരം പാമ്പുകളുടെ എണ്ണം കൂടി. ഇത് ഒന്നും കൂടെ വേഴ്സായി. ഇത് മനസ്സിലാക്കിയപ്പം ഗവൺമെന്റ് എന്ത് ചെയ്തു, എന്നാൽ ഇനി നമ്മൾ പൈസ തരുന്നില്ല എന്നങ്ങ് തീരുമാനിക്കും. അപ്പോൾ സംഭവിച്ചത് എന്താ, ഈ വളർത്തിയ പാമ്പുകളെല്ലാം ആളുകൾ അങ്ങ് തുറന്നു വിടും. കാരണം അവർക്ക് കാശൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. അപ്പൊ ഇന്ന എഫക്റ്റ് ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് 100 പാമ്പുകളാണ് നമ്മുടെ റോഡുകളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് തീരുമാനം എടുത്തപ്പോൾ അത് 1000 ആയിട്ട് മാറി എന്നുള്ളതാണ്. സാറ് പറഞ്ഞ പോലെ തന്നെ അപ്പൊ നമ്മൾ എല്ലാ വശങ്ങളും ചിന്തിക്കണം. നമ്മൾ ഉദ്ദേശിക്കാത്ത റിസൾട്ടൊക്കെ ചിലപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ്. താങ്ക് യു സർ. അപ്പൊ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഒരു കാര്യം കൂടി ആഡ് ചെയ്തോട്ടെ. പറയൂ മാം. ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു എല്ലാവരും ഊഴം കഴിയട്ടെ. നമ്മള് എന്ത് കാര്യം ചെയ്യാൻ പുറപ്പെടുമ്പോഴും ആലോചിച്ചാൽ മതി, ദിസ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്നുള്ളത്. നമ്മളെ കൊണ്ട് പറ്റാത്തതും നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള കാര്യത്തിന്റെ പുറകെ പോണ്ട എന്നുള്ളത് ആലോചിച്ചാൽ മതി. നമുക്കിത് ആവശ്യമുണ്ടോ, ഇത് നമ്മുടെ ലൈനാണോ, നമ്മുടെ പാഷനാണോ എന്നുള്ളത് എപ്പോഴും ചിന്തിക്കുക. നേരത്തെ നിഷ മാം പറഞ്ഞ മാതിരി PSC എഴുതിയ കാര്യം പറഞ്ഞല്ലോ. ഈ ആളുകൾക്കൊക്കെ ഒരു കാലത്ത് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, ഇത്രയൊക്കെ പഠിച്ച സ്ഥിതിക്ക് അറ്റ്ലീസ്റ്റ് PSC എഴുതായിരുന്നില്ലേ, ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി കയറുമല്ലോ. അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കും, എന്തിനാ ആളുകൾ ഇങ്ങനെ പറയണേ, ഗവൺമെന്റ് ജോലി നേടാന്നുള്ളത് എന്റെ സ്വപ്നമേ അല്ല. പക്ഷെ കുറെ പേരെന്ത് ചെയ്യും, ഇത് കേൾക്കുമ്പോ ശരിയാലേ എന്തെങ്കിലും ഒരു ജോലി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ശ്രമിക്കും.
പക്ഷെ പലപ്പോഴും അങ്ങനെ നമ്മൾ നമ്മുടേതല്ലാത്ത സ്ഥലത്ത് പോയി പെടുകയാണ്. അപ്പൊ അത് ചിന്തിച്ചാൽ മതി. എന്ത് ചെയ്യുമ്പോഴും ഇത് എനിക്ക് പറ്റിയതാണോ, എനിക്കുള്ളതാണോ, എനിക്കതിൽ സന്തോഷം ഉണ്ടാവോ എന്നുള്ള കാര്യം കൂടി ഒന്ന് ചിന്തിക്കാന്ന് മാത്രം. ഈ ഒരിടയ്ക്ക് എല്ലാവരും ഉണ്ടായിരുന്നു, ഈ തയ്യൽ പഠിച്ചാൽ സ്വന്തം തുണി തയ്ച്ചൂടെ, എന്തിനാ തയ്യക്കാർക്ക് കാശ് കൊടുക്കണേന്ന്. എന്നിട്ട് കുറേ പേര് തയ്യൽ പഠിക്കും, എല്ലാവരുടെ വീട്ടിലും മെഷീൻ ഉണ്ടാവും. എന്നാലോ ഒരാൾക്ക് പോലും കീറിയത് പോലും തയ്ക്കാൻ പറ്റില്ല. അത് മിക്കവർക്കും അറിയണ ഒരു കാര്യമായിരിക്കും. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും, പക്ഷെ ആർക്കും അതിൽ തയ്ക്കാനൊന്നും അറിയില്ല. എന്നിട്ടും വീണ്ടും പുറത്ത് തയ്യക്കാരെ അന്വേഷിക്കും. ഇത്രയേ ഉള്ളൂ. നമ്മൾ അതിന് ഇൻവെസ്റ്റ് ചെയ്ത സമയം നമുക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിനാണ് ഉപയോഗിച്ചെങ്കിലോ, അറിവ് കൂട്ടാൻ, അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷനെങ്കിലും ഒരു ഗുണമായേനെ. അപ്പൊ ഓക്കെ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു മാം. താങ്ക്സ്. ഷെജില മാം ആണ് നേരത്തെ പറഞ്ഞത് PSC കാര്യം. ഷെജില മാം ആണ് അല്ലേ? അതെ. ഓക്കെ, ഐ തിങ്ക് നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പൊ നാളെ പുതിയൊരു വിഷയവുമായിട്ട് അടുത്ത ആള് വരുന്നതാണ്. നമ്മുടെ മുതലാളിയും നാളെ തിരിച്ചു വരുമായിരിക്കും. ഓക്കെ, താങ്ക്സ് എവരിവൺ. ബൈ. താങ്ക് യു സർ.